നടന്മാർക്ക് എതിരായ ലൈംഗികാരോപണങ്ങളിൽ പരാതിക്കാരുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം നടപടിയെന്ന് DIG അജിത ബീഗം. അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് കേസ് പ്രത്യേക അന്വേഷണത്തിന് കൈമാറുമെന്നും അജിത ബീഗം പറഞ്ഞു. നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ എണ്ണമൊന്നുമല്ല, എല്ലാം SITയുടെ പരിഗണനയിലാണ്. ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ SITയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലയിൻസും വരുന്നത്. അത് അന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തറവായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത്. അതേസമയം മൊഴിയെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കീർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കീർത്തി, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മൊഴിയെടുപ്പിൽ അജിത ബീഗം പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായി? കാരണം അതാത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും ആദ്യം പരാതി എത്തുക, അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘത്തിലേക്ക് എത്തുക. അതിന് സമാന്തരമായി തന്നെ ഈ പരാതിക്കാരിൽ നിന്നും മൊഴിയെടുക്ക് തുടരുകയാണ്, മേഖല തിരിച്ചുകൊണ്ട്, അല്ലേ കീർത്തി? ജംഷാദ്, മൊഴിയെടുപ്പ് എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10:30 ഇവിടെ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം പരാതിക്കാരുടെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴിയെടുപ്പ് നടത്തുന്നത്. ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുന്നു. നേരത്തെ ലഞ്ച് ബ്രേക്കിനായി ഉദ്യോഗസ്ഥർ മടങ്ങിയപ്പോഴാണ് മാധ്യമങ്ങളോട് DIG അജിത ബീഗം സംസാരിച്ചത്. മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും നടപടിയെന്നാണ് DIG പറഞ്ഞത്. അതാത് ലോക്കൽ സ്റ്റേഷനുകളിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരിക്കും ചെയ്യുന്നതെന്നാണ് അജിത ബീഗം പറഞ്ഞത്. നമുക്കറിയാം, 7 പേർക്കെതിരെയാണ് ഈ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചത്. 7 പരാതികളാണ് നിലനിൽക്കുന്നത്. അതിൽ 4 പ്രമുഖ നടന്മാരുണ്ട്, ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, മറ്റ് 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയെടുപ്പ് ഇനിയും താമസിക്കാനാണ്, മൊഴിയെടുപ്പ് പൂർത്തിയാക്കാൻ ഇനിയും താമസിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ 7 പരാതികളിൽ നിന്നും വിശദമായി തന്നെ ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും നടപടികളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. ശരി, കീർത്തിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.